SSLC മൂല്യനിർണ്ണയത്തിൽ മാറ്റം വരുത്തുന്നതിൽ വിദ്യാഭ്യാസ കോൺക്ലേവിൽ എതിർപ്പറിയിച്ച് ഇടത് സംഘടനകൾ മിനിമം മാർക്ക് രീതി നടപ്പിലാക്കരുതെന്ന് KSTA ആവശ്യപ്പെട്ടു. വിശദാംശങ്ങളുമായി വി ഗിരീഷ് ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. ഗിരീഷ്, ഇത്തരത്തിലൊരു മിനിമം മാർക്ക് എന്ന് പറയുന്ന ഒരു മാനദണ്ഡം വെച്ചു കഴിഞ്ഞാൽ അത് ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളിലെയൊക്കെ കുട്ടികൾക്ക് അത് വലിയ സമ്മർദ്ദമുണ്ടാക്കും. ഇതിന് ഇടത് സംഘടനകൾ അതേസമയം തന്നെ ഈ പറയുന്നത് പോലെ SFIയും അതിനോട് എതിർപ്പറിയിച്ചിട്ടുണ്ടല്ലോ. ക്രിസ്റ്റീന, SSLC മൂല്യനിർണ്ണയ രീതിക്ക് മാറ്റം വരുത്തുന്നതിനെ കുറിച്ച് ആലോചിക്കാനാണ് ഇന്ന് വിദ്യാഭ്യാസ കോൺക്ലേവ് SCRP വിളിച്ചു ചേർത്തത്. ഇതിലാണ് ഇപ്പോൾ KSTA തങ്ങളുടെ എതിർപ്പ് അറിയിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ നിലവിലുള്ള മൂല്യനിർണ്ണയ രീതി മാറ്റുന്നതിനോട് KSTയും അതോടൊപ്പം തന്നെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഉൾപ്പെടെയുള്ള ഇടത് സംഘടനകൾ, ഇടതാഭിമുഖ്യമുള്ള സംഘടനകൾ നേരത്തെ എതിർപ്പ് അറിയിച്ചിരുന്നു. വിദ്യാഭ്യാസ കോൺക്ലേവിലും അവരെ എതിർപ്പ് ആവർത്തിക്കുകയാണ്. മിനിമം മാർക്ക് എന്ന രീതി നടപ്പാക്കരുത് എന്നുള്ളതാണ് KSTയുടെ ആവശ്യം. ഈ പെട്ടെന്നുണ്ടാകുന്ന മാറ്റം, മൂല്യനിർണ്ണയ രീതിയിലുള്ള മാറ്റം പാർശ്വവൽകൃത വിദ്യാർത്ഥികളെ തോൽവിയിലേക്ക് നയിക്കും എന്നുള്ളതാണ് KST അഭിപ്രായപ്പെടുന്നത്. പുതിയ മാറ്റത്തെ SFIയും എതിർക്കുന്നുണ്ട്. മിനിമം മാർക്ക് രീതി വിദ്യാർത്ഥികളിൽ സമ്മർദ്ദമുണ്ടാക്കുമെന്നാണ് SFIയുടെ നിലപാട്. എന്നാൽ മറ്റ് അധ്യാപക സംഘടനകളാകട്ടെ, CPIയുടെ AKST ഉൾപ്പെടെയുള്ള സംഘടനകളാകട്ടെ ഒരു ബദൽ മാർഗമാണ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഒരു മിനിമം മാർക്ക് എന്നുള്ളത് ഏതായാലും വേണം എന്നുള്ളത് മറ്റ് അധ്യാപക സംഘടനകളും ഇന്ന് കോൺക്ലേവിൽ പങ്കെടുത്തവരും സമ്മതിക്കുന്നുണ്ട്. കാരണം ഇതിന്റെ SSLCയുടെയും അതോടൊപ്പം തന്നെ പഠനത്തിന്റെയും ഒക്കെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിന് ഇത്തരത്തിൽ മിനിമം മാർക്ക് ഏർപ്പെടുത്തുന്നത് നന്നാകും എന്നുള്ളതാണ് മറ്റ് അധ്യാപക സംഘടനകളുടെയും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ രംഗത്തെ വിദഗ്ധരുടെയും അഭിപ്രായം. ക്രിസ്റ്റീന, ശരി, എന്തായാലും വിദ്യാഭ്യാസ കോൺക്ലേവിൽ രണ്ട് തട്ടിലാണ് അധ്യാപകരും വിദ്യാർത്ഥി സംഘടനകളും ഒക്കെ. ഒരു വിഭാഗം മിനിമം മാർക്ക് രീതി വേണ്ട എന്ന് പറയുമ്പോൾ മറ്റേ വിഭാഗം പറയുന്നത് വിദ്യാഭ്യാസ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിന് വേണ്ടി അത്തരത്തിലൊരു മിനിമം മാർക്ക് രീതി വേണം എന്നാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു BA ഗിരീഷ് തിരുവനന്തപുരത്ത് നിന്ന്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.